ഈ പടം കണ്ടവർ പറയണേ ഇത് കണ്ടാൽ നല്ല പേടിയുണ്ടാവുന്ന. നമുക്കെന്തായാലും ഒന്ന് കണ്ടു നോക്കാം. നീ പേടിച്ചില്ലെങ്കിൽ ഞാൻ നിനക്കൊരു 10 രൂപ തരാം. ശരി, എന്നാൽ ഞാൻ 10 രൂപ ഇടാം. ഈ പടം കണ്ട് ഞാൻ എന്തായാലും പേടിക്കാൻ പോണില്ല. എടാ ഞാൻ പേടിച്ചില്ല, എന്നെ പൈസയും കൂടെ ഉണ്ട്. എടാ വിനേ, നമുക്ക് ഈ വീട് അങ്ങോട്ട് കൊള്ളയടിക്കാം. ശരിയാ, പക്ഷെ ഈ വീട് നമ്മളെങ്ങനെ കൊള്ളയടിക്കും? നമുക്ക് ഈ വീട്ടിലുള്ള എല്ലാവരെയും പേടിപ്പിച്ച് ഓടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് അങ്ങനെ കൊള്ളയടിക്കാം. അതെ, നമുക്ക് മുഖം മൂടിയിട്ട് ട്രാക്കുളയിട്ട് അവരെ ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കാം. എന്നിട്ട് അവരെന്തായാലും ബോധം കെട്ട് വീഴും. ഉള്ളിലോട്ട് കയറി നമ്മളെല്ലാം കൊള്ളയടിച്ച്. എങ്ങനെയുണ്ട് എൻ്റെ പ്ലാൻ? ശരിയാ, പക്ഷെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നാട്ടുകാരെങ്ങാനും ഓടി വരുമോ? അങ്ങനെ ഒരു പേടി എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ പേടിക്കാതിരി. നമ്മളെന്തായാലും അവരെ ബോധം കെടുത്തുന്നു, നേരെ ഉള്ളിൽ കയറുന്നു, എല്ലാം എടുക്കുന്നു, നമ്മൾ നേരെ വണ്ടിയിൽ കയറി പോകുന്നു. അത്രേ ഉള്ളൂ. ഈ പ്രേതത്തിനെ എനിക്ക് നല്ലോണം പേടിയായി. നീ ആ സൗണ്ട് കേട്ടോ? ഇനി ആ പ്രേതം തന്നെ ആയിരിക്കും. ചീമിട്ടായിരിക്കണം മനുഷ്യൻ പേടിച്ചിരിക്കുമ്പോഴാണ് ഒരു തമാശ. ഏടാ, ഞാൻ പേടിച്ച് നിൽക്കണേ ഉള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞൊന്നുമില്ല, ചിലപ്പോൾ കാര്യമായിട്ടും ആയിരിക്കും. അതെ, നമുക്ക് ഈ വാതിലൊന്ന് തുറന്നു നോക്കിയാലോ? പോടാണ്, പിന്നെ ഞാനൊന്നും ഉണ്ടാവില്ല. നിന്നെ ഞാൻ തുറക്കാനും സമ്മതിക്കത്തില്ല. നീയൊന്നും പറയേണ്ട കാര്യമില്ല, ഞാൻ പോയി തുറക്കാൻ പോവാ. അയ്യോ, നാട്ടുകാരി ഓടി പറഞ്ഞതോ കള്ളൻ. എന്താ പ്രശ്നം? എന്താ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ടല്ലോ? ആരിത്? എനിക്കൊന്നും അറിയത്തില്ല. ഇവൻ പെട്ടെന്ന് വാതിൽ മുട്ടി. ഞാനാണീ തുറന്നു. അപ്പം തന്നെ വലിയൊരു സൗണ്ട് ഉണ്ടാക്കി. അപ്പം തന്നെ ഞാൻ മേടിച്ചു. പിന്നെ മൂത്ത് കിട്ടി ഒറ്റടി. അപ്പം തന്നെ ബോധം കിട്ടി. ഇവൻ്റെ കൂടെ മറ്റൊരുത്തരും കൂടെ ഉണ്ടായിരുന്നു. അയാളാണ് ഈ ഓടിപ്പോയി. എന്നിവൻ്റെ മുഖം മൂടി ഒഴുക്കി. പിന്നെന്താ നോക്കിയിരിക്കുന്നത്? ഇവൻ ആരാണെന്ന് അറിഞ്ഞിട്ട് വന്നാലോ പോലീസിൽ ഏൽപ്പിക്കാം. ഇതാ രാമു അല്ലേ? ഇവൻ പിന്നെയും ജയിലിൽ ചാടിയാ? ഇവനാണല്ലോ രാമു. ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഇവനെൻ്റെ വീട് കൊള്ളയടിക്കാൻ തന്നെ വന്നത്. അപ്പം ഇവൻ്റെ കൂടെയുള്ളവൻ വിനയാണല്ലേ? നീ പറഞ്ഞ ശരിയാവണേ. ഇവൻ രാമുവാ. ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നു വിനയും. രണ്ടുപേരും എപ്പോൾ ജയിലിൽ ചാടിയോ എന്തോ. നമുക്ക് ഇവരെ പിടിച്ച് പോലീസിലേപ്പിക്കാം. എന്നാൽ ശരിയെന്നാ ഞാൻ പിടിച്ച് പോലീസിലേപ്പിക്കട്ടെ. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. ശരിയെന്നാൽ.